വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. പിണറായി സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുവെക്കാൻ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി നാടകം കളിക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കളായ SAA ആസാദ്, PN വൈശാഖ്, PG ജയദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടക്കാഞ്ചേരി MLA ഭരണപരാജയം മറച്ചുവെക്കാൻ വടക്കാഞ്ചേരി MLAയും മുനിസിപ്പൽ ചെയർമാനും സേവ്യർ ചിറ്റിലപ്പിള്ളിയും PN സുരേന്ദ്രനും നാടകം കളിക്കുന്നുവെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റിനെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വടക്കാഞ്ചേരിയുടെ MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 നിർമ്മാണ പ്രവർത്തനം നിലച്ച കെട്ടിടത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മാണം 4.5 വർഷമായിട്ടും പുനരാരംഭിച്ചിട്ടില്ല എന്ന ചോദ്യമാണ് എനിക്ക് വടക്കാഞ്ചേരി MLAയോട് ചോദിക്കാനുള്ളത്. വടക്കാഞ്ചേരിയുടെ പഴയ MLA ശ്രീ അനിൽ അക്കര ജൂൺ മാസം 2025 ജൂൺ മാസം 8-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച അർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫ്ലാറ്റ് ബലക്ഷയമുണ്ടോ, ഫ്ലാറ്റിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും ബലമുള്ളതാണോ ബലക്ഷയമാണോ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച കോഴിക്കോടിലെ NIT എന്ന സ്ഥാപനത്തിനെയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വടക്കാഞ്ചേരിയുടെ MLA ഇന്നലെയാണ് പത്രവാർത്ത കഴിഞ്ഞ് അവർ ഒരു 4 ദിവസം മുന്നേ വന്നു പോയി കഴിഞ്ഞു പരിശോധന നടത്താനായിട്ട്. ആരോടും പറയാതെ അവർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് അവർ പോയി കഴിഞ്ഞു. മറിച്ച് ഇത് MP രാജേഷിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുന്നത് എന്നാണ് വാർത്തകളിലൂടെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരിയുടെ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ വാർത്തകളിൽ ഇന്നലെ ശ്രദ്ധിക്കപ്പെടാനുള്ളത്. തീർച്ചയായും അടിസ്ഥാനരഹിതമായ കള്ളത്തരം ജനങ്ങളെ വഞ്ചിക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. യഥാർത്ഥം ഇപ്പുറത്തിരിക്കുമ്പോൾ ഇത് ഞാനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് 4.5 വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത വടക്കാഞ്ചേരിയുടെ MLA എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഇത് കളിക്കുകയാണ്. അത് ശരിയാണോ എന്നുള്ളതാണ്. നമ്മൾ ജനമധ്യത്തിൽ ജനങ്ങളെ പറ്റി 140 വീടുകൾക്ക് കൊടുക്കാനുള്ള ഫ്ലാറ്റ് 4.5 വർഷക്കാലമായിട്ടും കൊടുക്കാൻ പറ്റാത്തതിൽ വടക്കാഞ്ചേരിയുടെ മുൻ MLA ആയിരുന്നു, തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് നടന്നവർ ഈ 4.5 വർഷം എവിടെയായിരുന്നു? അവരുടെ ഭരണമാണല്ലോ. ഈ 4.5 വർഷക്കാലം ഇത് ആരും ഏറ്റെടുക്കാനില്ല. ഈ പ്രവർത്തനം ഏറ്റെടുക്കുക കോടതിയിൽ കിടക്കുന്ന കേസ് എന്തുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുത്തത്? അനിൽ അക്കരയല്ല. കേസിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നടന്ന അഴിമതി സ്വപ്ന സുരേഷിന്റെയും മറ്റേ ഈപ്പന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ അഴിമതികളുടെ ഫലമായിട്ട് അത് നിലയ്ക്കുകയാണ് ഉണ്ടായത്. ആ നിലച്ച കെട്ടിടം പുനരുദ്ധരിക്കുന്നതിന് വടക്കാഞ്ചേരിയുടെ മുൻ MLA ആയിരുന്ന അനിൽ അക്കരെ വീണ്ടും ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ റിട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബലമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം വടക്കാഞ്ചേരി ഫ്ലാറ്റ് ഉള്ള ചരപ്പറമ്പിൽ വരികയും അത് പരിശോധിക്കപ്പെട്ടത്. വടക്കാഞ്ചേരി MLA PS സുരേന്ദ്രനും നാടകം കളിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണം സർക്കാർ നേരിട്ട് നിർമ്മിക്കണമെന്നായിരുന്നു അതിൽ അനിൽ അക്കര പൊതു താല്പര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേക ഏജൻസികൾക്ക് കൊടുക്കാതെ മറ്റ് കാരണം ഏജൻസികൾ കൊടുത്തതിനാണല്ലോ 20 കോടി 16 കോടി കള്ളപ്പണവും അഴിമതിയായിട്ട് മാറിയത്. 4 കോടിയുടെ പ്രവർത്തനങ്ങളോട് നടന്നിട്ടുള്ളത്. കോടാനുകോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാരിന് താല്പര്യമുണ്ട്. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ആത്മാവായിട്ടാണല്ലോ ഈ രാജ്യത്ത് പിണറായി വിജയനും കൂട്ടിനും കൊണ്ടു നടക്കുന്നത്. ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മറ്റ് ഏജൻസികൾക്കൊന്നും കൊടുക്കാതെ ഫ്ലാറ്റ് നിർമ്മാണം സർക്കാരിൻ്റെ അധികാര പരിധിയിൽ ലൈഫ് മിഷൻ നേരിട്ട് പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി മുൻ MLA അനിൽ അക്കര ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് നിന്നുള്ള ഏജൻസി ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫലപരിശോധനയ്ക്ക് എത്തിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് NIT കഴിഞ്ഞ ദിവസം വന്ന്
വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി നടക്കുന്ന പ്രദേശം, അതുപോലെ കെട്ടിടങ്ങളുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ മണ്ണിടിയാൻ സാധ്യതയുള്ള മേഖലകളിലും കുറച്ചും കൂടി സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം കെട്ടിടം പുനർനിർമ്മിക്കാൻ എന്നാണ് NITയുടെ വാദം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്താ സ്ഥിതി? ലൈഫ് മിഷൻ ഫ്ലാറ്റ് എത്രയും വേഗം സർക്കാർ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് ഹർജി നൽകിയത് വടക്കാഞ്ചേരിയുടെ അന്നത്തെ MLA അനിൽ അക്കരയാണ്. ആ ഹർജിയുടെ കൂടെ ചേരേണ്ട വടക്കാഞ്ചേരിയുടെ ഇപ്പോഴത്തെ MLA അതൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ തൻ്റെ സർക്കാർ LDFിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9.5 വർഷമായിട്ട് LDFിൻ്റെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അതിൽ 4.5 വർഷക്കാലം വടക്കാഞ്ചേരിയുടെ MLA ആയിട്ട് സേവ്യർ ചിറ്റപ്പള്ളി ഇരിക്കുമ്പോൾ ഈ പദ്ധതി പുനർജീവിപ്പിക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ MLAക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഫോട്ടോമാനിയെ പിടിച്ച് നമുക്ക് വടക്കാഞ്ചേരി അസംബ്ലിയിലെ റോഡുകളുടെ സ്ഥിതി അറിയാം. അതുപോലെ വടക്കാഞ്ചേരി അസംബ്ലിയിൽ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ജാള്യത മറയ്ക്കാൻ MLA ഫോട്ടോമാനിയെ പിടിച്ച് ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് പണി നടക്കുന്ന സ്ഥലം അവിടെ പോയി സന്ദർശിച്ച് ഈ സ്ഥലത്തെ CPMന്റെ നേതാക്കളെയും അതുപോലെ നഗരസഭാ ചെയർമാനെയും കൊണ്ടുപോയി 2 ഫോട്ടോ എടുത്ത് തൻ്റെ സബ്മിഷൻ കൊണ്ടാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം MLA പങ്കുവയ്ക്കുക. ഇത് ഒരിക്കലും ഒരു നല്ല ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. സത്യം സത്യമായി പറയണം. അതാണ് ജനാധിപത്യത്തിൽ ആദ്യം വേണ്ടത്. അല്ലാതെ ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ മറ്റുള്ളവർ കൊണ്ടുവന്ന നേട്ടങ്ങൾ അത് എൻ്റെയാണെന്ന് പറയുന്ന ശൈലി MLA മാറ്റണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ ആസാദിക്കയുടെ വാർഡിൽ തന്നെ ഉള്ള വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റോപ്പ്. അനിലക്കര MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ബസ് സ്റ്റോപ്പിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും കൂടെ എന്ന് ഇപ്പോഴത്തെ MLAയുടെ പ്രോജക്റ്റിൻ്റെ പേര് വെച്ചിരിക്കുക, MLAയുടെ പേര് വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോലും മുൻ MLA ക്ഷണിക്കാനുള്ള ഒരു മര്യാദ പോലും ഇപ്പോഴത്തെ MLA കാണിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇത് MLA ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതികരിക്കും. ഈ പദ്ധതി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് KT ജലീൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് തുടങ്ങിയ പദ്ധതിയുടെ പേരാണ് ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. LDF സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് വടക്കാഞ്ചേരി മുടങ്ങിക്കിടക്കുക. അപ്പോൾ ഇത് പൂർത്തീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന് തന്നെയാണ്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിച്ച് 140 പാവപ്പെട്ട ആളുകൾക്ക്, ഈ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ആ വീടുകൾ കൈമാറാൻ സർക്കാർ നേരിട്ട് തന്നെ ഈ പണി ഏറ്റെടുത്ത് പൂർത്തീകരിക്കണമെന്നാണ് വടക്കാഞ്ചേരിയിലെ ഞങ്ങൾ കോൺഗ്രസിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും അതുപോലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്കും ഈ സർക്കാരിനോടും അതുപോലെ MLAയോടും ആവശ്യപ്പെടാനുണ്ട്. ഇതിനെ വളച്ചൊടിച്ച് നിലവിലെ MLA ജനങ്ങളെ പറ്റിക്കുകയാണ്. കഴിഞ്ഞ 4.5 കൊല്ലം ഒന്നും ചെയ്യാൻ കഴിയാത്ത MLA എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ പെരുമാറുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി വടക്കാഞ്ചേരി MLA നിർത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആവശ്യപ്പെടുന്നത്. ലൈഫ് മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 20 കോടി രൂപയിൽ 9 കോടി രൂപയോളം കമ്മീഷനായി കൈപ്പറ്റിയിട്ട് വലിയ കേരളത്തിൽ തന്നെ വലിയ വാർത്ത ഉണ്ടായ ഒരു സംഭവമാണ് ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ ആരോപണങ്ങൾ. അന്ന് നീതു ജോൺസൺ എന്ന ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ടാണ് അന്ന് തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതിലൊക്കെ വീട് മുടക്കി എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തി വളരെ അപമാനിച്ച ഒരു സംഭവമൊക്കെ നമുക്കറിയാവുന്നത്. ഇവിടെ ഇപ്പോൾ 2 ദിവസം മുന്നേ ബലക്ഷയം പരിശോധിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ലൈഫ് മിഷൻ ചീഫ് എഞ്ചിനീയർ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ വാർത്ത അറിഞ്ഞെത്തിയ നഗരസഭാ ചെയർമാനും MLAയും അവിടെ എത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കൊടുക്കാനുണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളത് 4.5 കൊല്ലമായിട്ട് ഈ സർക്കാരും MLA എവിടെയായിരുന്നു? ഇതുവരെ ഈ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ 140 ആളുകൾക്ക് ഗുണകരമായ ആ ഫ്ലാറ്റുകൾ ഉടൻ നിർമ്മിക്കണം. അത് നിർമ്മിച്ച് കൊടുക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി
ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.